മറ്റു വാർത്തയിലേക്ക്. മൈസൂരിലെ ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാം. ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ നൽകിയതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അനുമതിക്കെതിരെ സിദ്ധരാമയ്യ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഗവർണറുടെ തീരുമാനം കോടതി അംഗീകരിച്ചു. അങ്ങനെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരം ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ സിദ്ധരാമയ്യ ഈ കേസിൽ അന്വേഷണവും വിചാരണയും നേരിടേണ്ടി വരും. ഷംന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഇക്കാര്യത്തിൽ 14 സ്ഥലങ്ങളിലായിട്ട് ഭൂമി ദാനം ചെയ്യുകയുണ്ടായി. അത് കിട്ടിയത് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കാണ്. ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഉള്ളത്. ഇതിലിപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ, തീർച്ചയായും വലിയൊരു തിരിച്ചടി തന്നെയാണ് സിദ്ധരാമയ്യക്ക് നേരിടേണ്ടി വരുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ സിദ്ധരാമയ്യക്കെതിരായ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. ഈ ബംഗളൂരു നഗരവികസന അതോറിറ്റി കുംഭകോണ കേസിൽ ഭാര്യയ്ക്ക്, അതായത് ഈ സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് അവരുടെ കൃഷിഭൂമി ഏറ്റെടുത്ത് പകരം നൽകിയത് വാണിജ്യ ഭൂമിയാണ്. ഇതോടെ 45 കോടി സർക്കാരിന് നഷ്ടമുണ്ടായി എന്ന പരാതിയാണ് ഇതിനൊക്കെ അടിസ്ഥാനമായത്. അതേ തുടർന്നാണ് പിന്നീട് മലയാളി അടക്കമുള്ളവർ ചേർന്നാണ് പരാതി നൽകുന്നതും. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ഗവർണർ നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയമായി, രാജ്ഭവൻ ഇത് വെറും രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലോട്ട് തന്റെ പ്രതിച്ഛായയെ തന്നെ മങ്ങലേൽപ്പിക്കാനുള്ള നീക്കങ്ങളാണെന്ന് എന്നായിരുന്നു സിദ്ധരാമയ്യ മറുപടി നൽകിയത്. അതിന് പിന്നാലെയാണ് പ്രോസിക്യൂഷൻ നേരിടണമെന്നാവശ്യപ്പെട്ട്, അല്ലെങ്കിൽ അതിന് അനുമതി നൽകിക്കൊണ്ട് ഗവർണർ ഉത്തരവിട്ടത്. എന്നാൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സിദ്ധരാമയ്യ. ഇപ്പോൾ അതിലാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കാരണം അഴിമതി തടയൽ നിയമപ്രകാരം ഈ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള അവകാശം അത് ഗവർണർക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും വിഷയം കുറച്ചുകൂടി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് സാധ്യതയുണ്ട്. BJP ഈ സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പലയിടത്തും പ്രക്ഷോഭം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുടെ സുരക്ഷ വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ വസതിക്ക് മുമ്പിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കർണാടകത്തിൽ സിദ്ധരാമയ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇക്കാര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്തെത്തുകയും ചെയ്യും. അതിൽ ഒരു തർക്കവും ഇല്ല. ഭൂമിദാന കേസിൽ, ഭൂമി കുംഭകോണ കേസിലാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിചാരണ നേരിടണം എന്ന് പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ ഗവർണർ നൽകിയതാണ്. ഇത് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്.